നേരം വെളുക്കാൻ എല്ലാവർക്കും തിടുക്കം. രാജകീയമായി തന്നെ ജ്യേഷ്ഠനെയും അതിഥികളെയും സ്വീകരിക്കണം. മന്ത്രിമാർക്കും സൈന്യാധിപന്മാർക്കും വരവേൽപ്പിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ ഭരതൻ ആജ്ഞ നൽകി. നഗരത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ നടക്കട്ടെ. വിശേഷ ദീപങ്ങൾ തെളിയട്ടെ. നഗരം തോരണങ്ങളാൽ അലങ്കൃതമാകട്ടെ. ആനയും കുതിരകളും രഥങ്ങളും ദ്രവ്യങ്ങൾ വഹിച്ചുകൊണ്ട് അണിനിരക്കട്ടെ. മന്ത്രിമാരും സേനാനായകന്മാരും രാജ്ഞിമാരും ബ്രാഹ്മണരും എല്ലാം വരവേൽപ്പിന് ഒരുങ്ങട്ടെ. നേരം പുലർന്നു. അമ്മമാർ മൂവരും പല്ലക്കിൽ പുറപ്പെട്ടു. ഭരതൻ പാദുകങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് അനുജനോടൊപ്പം രാമസന്നിധിയിലേക്ക് നടന്നു. ഭരതന്റെ സഹോദര സ്നേഹം കണ്ടോ? ജ്യേഷ്ഠനോടുള്ള ബഹുമാനം കണ്ടോ? കാൽനടയായിട്ടാണ് വരുന്നത്. ഒരു ആർഭാടവുമില്ല. ഉള്ളു നിറയെ ഭക്തി മാത്രം. കണ്ടുനിന്നവർ കണ്ണുനീരൊഴുക്കി. അതാ എന്തോ പറന്നു വരുന്നു. സൂര്യനെ പോലെ പ്രകാശമുണ്ട്. ചന്ദ്രനെ പോലെ ശോഭയുണ്ട്. വിമാനമാണ്. പുഷ്പക വിമാനം. വിമാനം ഭൂമിയിൽ ഇറങ്ങി. ഭരതനും ശത്രുഘ്നനും തിരക്കിട്ട് അതിൽ ഓടിക്കയറി. അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ശ്രീരാമൻ ഭരതനെ കെട്ടിപ്പിടിച്ചു. വേർപിരിഞ്ഞതിൻ്റെ ദുഃഖവും മടങ്ങിയെത്തിയതിൻ്റെ സന്തോഷവും. ഭരതൻ സീതയെ കുമ്പിട്ടു വണങ്ങി. ലക്ഷ്മണന് അഭിവാദ്യങ്ങൾ നൽകി. ശത്രുഘ്നനും ലക്ഷ്മണനും വാത്സല്യത്തോടെ വാരിപ്പുണർന്നു. പുറത്ത് അയോധ്യാനിവാസികളുടെയും മാനവരൂപം പൂണ്ട വാനരന്മാരുടെയും ജയാരവങ്ങൾ, അഭിനന്ദനങ്ങൾ, അഭിവാദനങ്ങൾ, സ്നേഹാന്വേഷണങ്ങൾ, തേങ്ങലുകൾ എല്ലാം ചേർന്നൊരു ബഹളം. ഭരതൻ പാദുകങ്ങൾ ഭക്തിപൂർവം ശ്രീരാമപാദങ്ങളോടൊപ്പം ചേർത്തുവെച്ച് വണങ്ങി. അയോധ്യ തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു. സമ്പൽ സമൃദ്ധിയോടെ. പുഷ്പക വിമാനം തിരിച്ചയച്ചു. അതിൻ്റെ ശരിയായ ഉടമസ്ഥൻ കുബേരനാണ്. രാവണൻ പണ്ട് കുബേരനിൽ നിന്ന് തട്ടിയെടുത്തതായിരുന്നു. രാജഗുരു വസിഷ്ഠനെ വണങ്ങി സൽക്കരിച്ചിരുത്തി. ഇനി ഭരതനിൽ നിന്ന് അയോധ്യയുടെ ഭരണം ഏൽക്കണം. 3 ലോകങ്ങളുടെയും സംരക്ഷകനായ ശ്രീരാമന് എന്തിന് ഈ അയോധ്യ രാജ്യം? ബ്രഹ്മാണ്ടം ചമയ്ക്കുന്ന ഭഗവാന് ഈ മാനവരാജ്യം എന്തിന്? രാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെങ്കിലും മനുഷ്യനാണ്. മനുഷ്യൻ്റെ ചേഷ്ടകൾക്ക് അതീതനല്ല. അതുകൊണ്ടാണ് രാജ്യഭാരമേറ്റത്. നിത്യവും രാമനെ പൂജിക്കുന്നവർക്ക് ആഗ്രഹങ്ങൾ കാണും. അവർ സാധാരണക്കാരാണ്. അവരുടെ ആഗ്രഹങ്ങൾ നിറവേറണമെങ്കിൽ സ്വാധീനം വേണം, അധികാരം വേണം. മനുഷ്യ സമൂഹത്തിന് മുഴുവൻ നന്മ ചെയ്യാൻ ഭരണാധികാരിക്ക് കഴിയൂ. അത് പ്രവൃത്തിയിൽ കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് രാജ്യഭരണം സ്വീകരിച്ചത്. സമൃദ്ധിയോടെ നീതി നടക്കുന്ന ഭരണം കാഴ്ചവെച്ച് മനുഷ്യർക്ക് മാതൃക കാട്ടിക്കൊടുക്കണം. രാമരാജ്യം എന്നും പുകഴ്ത്തപ്പെടട്ടെ. അത് കാലത്തിൻ്റെ ആവശ്യമാണ്. ശ്രീരാമൻ്റെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ജടാധാരികളായ ദശരഥ പുത്രന്മാരെല്ലാം മുടി ഇറക്കി കുളിച്ചു. വിശിഷ്ടാഹാരങ്ങളും പട്ടുവസ്ത്രങ്ങളും ധരിച്ച് അണിഞ്ഞൊരുങ്ങി. ശ്രീരാമൻ സുമന്ത്രൻ കൊണ്ടുവന്ന തേരിലേറി. സുഗ്രീവനും അംഗദനും ഹനുമാനും വിഭീഷണനും ദിവ്യവസ്ത്രങ്ങളുടുത്ത് യഥാക്രമം തേരുകളിലും കുതിരപ്പുറത്തും ആനപ്പുറത്തുമേറി. രാമന് അകമ്പടി സേവിച്ചു. ഭരതൻ ശ്രീരാമന്റെ തേർ തെളിച്ചു. ശത്രുഘ്നൻ വെൺകൊറ്റക്കുടയും ലക്ഷ്മണൻ ആലവട്ടവും പിടിച്ചു. രാമൻ അയോധ്യയിലേക്ക് എഴുന്നള്ളി. ദേവന്മാരും ഋഷിമാരും ശ്രീരാമനെ സ്തുതിച്ചു. വാനരന്മാർ മായാവികളല്ലേ? അവർ മനുഷ്യരൂപം പൂണ്ട് ആനപ്പുറത്ത് സഞ്ചരിച്ചു. പെരുമ്പറയും ശംഖനാദങ്ങളും മുഴങ്ങി. സൈന്യങ്ങൾ നിരത്തിൽ നിറഞ്ഞൊഴുകി. തെരുവിൻ്റെ ഇരുവശത്തും ശ്രീരാമനെ ദർശിക്കാൻ അയോധ്യാവാസികൾ നിരന്നു. അരമനയിലെത്തിയ രാമൻ കൗസല്യാദേവിയെ പുണർന്നു. കൈകേയി, സുമിത്ര എന്നിവരെ വന്ദിച്ചു. അഭിഷേകത്തിനു കൊണ്ടുവന്ന 4 കടൽ വെള്ളം ഋഷിമാർ സ്വർണകുംഭങ്ങളിൽ നിറച്ചു. വസിഷ്ഠഗുരു ബ്രാഹ്മണരോടൊപ്പം നിന്ന് രാമനെ സീതാസമേതം മണിപീഠത്തിലിരുത്തി.
വസിഷ്ഠൻ, വാമദേവൻ, ജാംബാലി, ഗൗതമൻ, വാൽമീകി എന്നീ മുനിമാർ ശ്രീരാമനെ പുണ്യജലം കൊണ്ട് യഥാവിധി അഭിഷേകം ചെയ്തു. ദേവന്മാർ പൂമാരി തൂകി കാള, കുതിര, പശു എന്നിവ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. സ്വർണ നാണയങ്ങൾ വാരിക്കോരി കൊടുത്തു. സുഗ്രീവന് രത്നഹാരവും അംഗദന് തോൾവളകളും മണിരത്നങ്ങൾ പതിച്ച ദിവ്യഹാരം സീതയ്ക്കും നൽകി. മറ്റു ശ്രേഷ്ഠ വാനരന്മാരെയെല്ലാം ആഭരണങ്ങളും വസ്ത്രങ്ങളും നൽകി സൽക്കരിച്ചു. സീത തൻ്റെ കഴുത്തിൽ നിന്ന് മാല ഊരിയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രീരാമനെയും വാനരന്മാരെയും മാറി മാറി നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥമെന്താ? അത് ആരെയോ തിരയുകയാണ്. എല്ലാം രാമന് മനസ്സിലായി. സീതയുടെ മനോഗതം ശ്രീരാമനല്ലേ അറിയൂ. ആ മാല സീത ഹനുമാന് നൽകി. ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഏറ്റവും വലിയ ഭക്തൻ. ഹനുമാനുണ്ടായ സന്തോഷത്തിന് അതിരില്ല. ഭഗവാന്റെ ആഭരണമാണ് പിടിച്ചു പറ്റിയിരിക്കുന്നത്. ശ്രീരാമൻ ഹനുമാനെ അടുത്തേക്ക് വിളിച്ചു. എന്തിനാണെന്നോ? ഇഷ്ടപ്പെട്ട വരം ആവശ്യപ്പെടാൻ. എന്താഗ്രഹം നിറവേറ്റാനും എന്തു വരം നൽകാനും ശ്രീരാമൻ സന്നദ്ധനാണ്. ഹനുമാൻ ശ്രീരാമനെ വണങ്ങി അറിയിച്ചു. ഒരാഗ്രഹമേ തനിക്കുള്ളൂ. രാമനാമം ലോകത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ജീവിക്കണം. അന്നുവരെ രാമചിന്ത തൻ്റെ മനസ്സിൽ നിലനിൽക്കണം. അതേ ഹനുമാന് മോഹമുള്ളൂ. രാമനാമം എത്ര ജപിച്ചാലും മതിവരാത്ത ഭക്തൻ. ശ്രീരാമൻ ഹനുമാനെ അനുഗ്രഹിച്ചു. ഹനുമാൻ ഹിമാലയത്തിലേക്ക് പോയി, ശേഷിച്ച കാലം തപസ്സു ചെയ്യാൻ. ഗുഹനെ ശൃംഗവേരപുരത്തേക്കും സുഗ്രീവനെ കിഷ്കിന്ധിയിലേക്കും വിഭീഷണനെ ലങ്കയിലേക്കും യാത്രയാക്കി. പദവി ആഗ്രഹിക്കുന്നവനല്ലെങ്കിലും യുവരാജ പദവിയിൽ അഭിഷേകം ചെയ്യപ്പെട്ട ലക്ഷ്മണൻ ഭക്തിപൂർവം രാമസേവയിൽ മുഴുകി. എല്ലാവരിലും വാത്സല്യം ചൊരിഞ്ഞുകൊണ്ട് ശ്രീരാമൻ നാടുവാണു. അശ്വമേധം മുതലായ യാഗങ്ങൾ ചെയ്തു. അയോധ്യയിൽ സമൃദ്ധി വിളയാടി. ശ്രീരാമന്റെ ഭരണകാലത്ത് വിധവകൾ അനാഥരായി കരഞ്ഞില്ല. ആർക്കും ഭീതി വേണ്ട. രോഗങ്ങളില്ല. കള്ളന്മാരെ പേടിക്കാതെ കഴിയാം. ബാലമരണങ്ങളില്ല. യഥാസമയം മഴയുണ്ട്. പിതാവ് മക്കളെ എന്ന പോലെ ശ്രീരാമൻ ജനങ്ങളെ സംരക്ഷിച്ചു. വളരെ കാലം രാജ്യം ഭരിച്ചു. രാമരാജ്യത്തിൻ്റെ മഹിമ ജനം പാടിപ്പുകഴ്ത്തി. ശ്രീരാമൻ ലോകത്തിന് മുഴുവൻ മാതൃകയായി തീർന്നു. രാമ രാമ രാമ.